രാഷ്ട്രീയ അങ്കത്തട്ടിൽ നേതാക്കൾ നടത്തുന്ന പോരാട്ടങ്ങൾക്കും ആക്രമണങ്ങൾക്കും ഒടുവിലിരയാകുന്നത് അന്നത്തെ അപ്പത്തിന് വേണ്ടി വിയർപ്പൊഴുക്കുന്ന സാധാരണക്കാരായ പാവപ്പെട്ട തൊഴിലാളികളാണ്. പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ തിരുവനന്തപുരത്തെ വാടക വീട്ടിൽ റെയ്ഡിനായി എത്തിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച ടാക്സി കാർ അടിച്ചു തകർത്ത സംഭവത്തിൽ വാഗ്ദാനങ്ങൾ കൊടുത്തു മുങ്ങിയ CPM നേതാക്കൾക്ക് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് ആ പാവപ്പെട്ട ഡ്രൈവർക്ക് താങ്ങായി എത്തിയിരിക്കുകയാണ് ED. സ്വന്തം പാർട്ടി നേതാക്കൾ കൈവിട്ടതോടെ ഉപജീവനമാർഗം അടഞ്ഞ് പെയിന്റിംഗ് പണിക്ക് പോകേണ്ടി വന്ന CA2 തൊഴിലാളിയായ ഡ്രൈവർക്ക് ഒടുവിൽ ED അധികൃതർ തന്നെ നഷ്ടപരിഹാര തുക പൂർണ്ണമായും കൈമാറി. 1.75 ലക്ഷം രൂപയാണ് കാറിന്റെ അറ്റകുറ്റപ്പണിക്കായി കൈമാറിയത്. മെയ് 27-നായിരുന്നു തലസ്ഥാനത്തെ ഞെട്ടിച്ച ആ ആക്രമണ സംഭവം നടന്നത്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡിനെത്തിയ ED ഉദ്യോഗസ്ഥർ സഞ്ചരിച്ചിരുന്ന വാഹനം വഴിയിൽ തടഞ്ഞു നിർത്തി CPIM DYFI പ്രവർത്തകർ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു. 3 വനിതകൾ ഉൾപ്പെടെ 5 ED ഉദ്യോഗസ്ഥരാണ് ആ വാഹനത്തിൽ ഉണ്ടായിരുന്നത്. ആദ്യം കാറിന് നേരെ മുട്ടയെറിഞ്ഞ ആക്രമികൾ പിന്നീട് കരിങ്കല്ലും ഇഷ്ടികയും ഉപയോഗിച്ച് കാറിന്റെ ചില്ലുകൾ പൂർണ്ണമായും തല്ലി തകർക്കുകയായിരുന്നു. ആക്രമണത്തിൽ കാറിന്റെ മറ്റു ഭാഗങ്ങൾക്കും സാരമായ കേടുപാടുകൾ സംഭവിക്കുകയും ഡ്രൈവർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ശ്രീകാര്യം സ്വദേശിയായ R. ശ്യാംരാജിന്റെ ഉടമസ്ഥയിലുള്ള ടാക്സി കാറാണ് അന്ന് CPM പ്രവർത്തകർ തല്ലിത്തകർത്ത് തരിപ്പണമാക്കിയത്. സ്വന്തമായി അധ്വാനിച്ച് ജീവിക്കാൻ ബാങ്ക് വായ്പ എടുത്ത് വാങ്ങിയ കാറായിരുന്നു അത്. എന്നാൽ രാഷ്ട്രീയക്കാരുടെ തെരുവ് ആക്രമണത്തിൽ കാർ പൂർണ്ണമായും തകർന്നതോടെ ശ്യാംരാജിന്റെ ജീവിതമാർഗം ഒരൊറ്റ ദിവസം കൊണ്ട് പൂർണ്ണമായും വഴിമുട്ടി. വാഹനം നന്നാക്കാൻ ലക്ഷക്കണക്കിന് രൂപ വേണ്ടി വന്നതോടെ കാർ വർക്ക്ഷോപ്പിൽ കിടപ്പിലായി. സംഭവം വലിയ രാഷ്ട്രീയ വിവാദമാവുകയും മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയും ചെയ്തതോടെ CPM കടുത്ത പ്രതിരോധത്തിലായി. സ്വന്തം പാർട്ടിക്കാരനായ CA2 ഓട്ടോ ടാക്സി യൂണിയൻ യൂണിറ്റ് പ്രസിഡന്റ് കൂടിയായ ശ്യാംരാജിന്റെ വാഹനം ആക്രമിക്കപ്പെട്ടതിൽ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നുവെന്ന് പ്രഖ്യാപിച്ച CPM അംഗങ്ങൾ രംഗത്തെത്തിയിരുന്നു. CPM ജില്ലാ ആക്ടിംഗ് സെക്രട്ടറിയും MP-യുമായ AA റഹീം നേരിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി ഖേദം പ്രകടിപ്പിക്കുകയും ഡ്രൈവർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകുമെന്നും കാർ പണിത് നൽകുമെന്നും പരസ്യമായി ഉറപ്പു നൽകുകയും ചെയ്തു. റഹീം MP-യുടെ വാഗ്ദാനം വിശ്വസിച്ച ശ്യാംരാജ് ദിവസങ്ങളോളം കാത്തിരുന്നു. എന്നാൽ സംഭവം നടന്ന് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ആരും തിരിഞ്ഞു നോക്കിയില്ല. സംഭവ ദിവസം ഏതാനും പ്രാദേശിക നേതാക്കൾ ഫോണിൽ വിളിച്ച് സംസാരിച്ചതല്ലാതെ പിന്നീട് CPM പാർട്ടിയിൽ നിന്നോ CA2 യൂണിയനിൽ നിന്നോ യാതൊരുവിധ സാമ്പത്തിക സഹായവും ശ്യാംരാജിന് ലഭിച്ചില്ല. സ്വന്തം പാർട്ടിക്കാർ തന്നെ വാഗ്ദാനം നൽകി വഞ്ചിച്ചതോടെ ശ്യാംരാജിന്റെ അവസ്ഥ അതീവ ദയനീയമായി മാറി. ഒരു വശത്ത് പണിയില്ലാതെ കാർ വർക്ക്ഷോപ്പിൽ കിടക്കുമ്പോൾ മറുവശത്ത് വായ്പ കുടിശ്ശികയായതിനെ തുടർന്ന് ധനകാര്യ സ്ഥാപനത്തിൽ നിന്നുള്ള ജപ്തി ഭീഷണിയും ശ്യാംരാജിനെ തേടിയെത്തി. കുടിശ്ശികയുള്ള 5 ലക്ഷം രൂപ തിരിച്ചടച്ചില്ലെങ്കിൽ കാർ പിടിച്ചെടുക്കുമെന്നായിരുന്നു നോട്ടീസ്. കുടുംബം പുലർത്താനും ബാങ്ക് വായ്പ തിരിച്ചടയ്ക്കാനും മറ്റു വഴിയുമില്ലാതെ വന്നതോടെ ഒരു ടാക്സി ഡ്രൈവറായ ശ്യാംരാജ് ഒടുവിൽ ജീവിക്കാനായി പെയിന്റിംഗ് ജോലികൾക്ക് പോയി തുടങ്ങി. കൊട്ടിഘോഷിച്ച നേതാക്കളാരും പിന്നീട് ആ വഴിക്ക് വന്നതില്ല, തിരിഞ്ഞു നോക്കിയില്ല. അതേസമയം അന്നത്തെ അക്രമ സംഭവത്തിൽ വലിയ വീഴ്ചയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. സംഭവത്തിൽ സംസ്ഥാന പോലീസ് മേധാവിയിൽ നിന്നും നേരിട്ട് വിവരങ്ങൾ തേടി അന്നത്തെ ആഭ്യന്തരമന്ത്രിയുടെ ഇടപെടലിനെ തുടർന്ന് DGP-യും ഇന്റലിജൻസ് ADGP-യും നേരിട്ടെത്തി വിശദീകരണം നൽകേണ്ടി വന്നിരുന്നു. എന്തായാലും ആ വിഷയത്തിൽ ഡ്രൈവർക്ക് ED സുരക്ഷയൊരുക്കുകയാണ്.